നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ഇന്ത്യൻ ആസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ആ ഒരു യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡ്രാമയെ കുറിച്ചിട്ടാണ്. ഡ്രാമയുടെ ഹിസ്റ്ററി എന്താണ്, ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ യൂണിറ്റിൽ നമുക്ക് ഇന്ത്യൻ ഗ്രീക്ക് ക്ലാസിക്കൽ ഡ്രാമകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്, അതുപോലെ ഡിഫറൻസ് എന്താണ്, സാൻസ്ക്രിറ്റ് ഡ്രാമ എന്താണ്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു, അവരുടെ വർക്കുകൾ, അങ്ങനെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്താ ഈ യൂണിറ്റിൻ്റെ പേര് പറഞ്ഞേ? ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്താ എസ്തെറ്റിക്സ് എന്ന് അറിയണ്ടേ? എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. എസ്തെറ്റിക്സ് ഈസ് എ ഫീൽഡ് ഓഫ് നോളജ് വിച്ച് സ്റ്റഡീസ് ദ എലമെൻറ്റ്സ് ഓഫ് ബ്യൂട്ടി ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ടാണ്. നമ്മുടെ കലയിലും സാഹിത്യത്തിലും ഒക്കെയുള്ള ബ്യൂട്ടിയുടെ എലമെൻറ്റുകളെ കുറിച്ച് പഠിക്കുന്ന, അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നൊരു ഫീൽഡാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഈ വേർഡ് എസ്തെറ്റിക്സ് എന്നുള്ളത് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സെൻസ് പെർസെപ്ഷൻ എന്നാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു സംഭവമാണ് തോന്നുന്നല്ലേ? അതിനൊന്നും ആവശ്യമില്ല. സിമ്പിളാണ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ എസ്തെറ്റിക്സിനെ പറയാൻ പറ്റുക എങ്ങനെയാ അറിയോ? വി ക്യാൻ സേ ദാറ്റ് എസ്തെറ്റിക്സ് ഈസ് അബൌട്ട് ഹൗ വി എക്സ്പീരിയൻസ് ബ്യൂട്ടി ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ഇൻ തിങ്സ് ദാറ്റ് വി സീ, ഹിയർ ഓർ ഫീൽ. നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള സാധനങ്ങളിലെ സൗണ്ടിനും ബ്യൂട്ടി നമ്മൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എസ്തെറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ക്ലിയർ? നമ്മുടെ നെക്സ്റ്റ് സബ് ടോപ്പിക് വരുന്നത് വാട്ട് ഈസ് ഡ്രാമയാണ്. Drama is a form of literature written to be performed by actors on the stage or screen. എന്താണ് ഡ്രാമ എന്ന് പറയുന്നത്? അതൊരു ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ്. അത് എഴുതി വെച്ചിട്ടുള്ളത് പെർഫോം ചെയ്യാണ് ചെയ്യുന്നത്. ആര്? ആക്ടേഴ്സ് ആണ്. എവിടെ പെർഫോം ചെയ്യുന്നു? ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ അവരത് പെർഫോം ചെയ്യുന്നു. ഇറ്റ് കമ്പൈൻസ് ഡയലോഗ്സ്, ആക്ഷൻ ആൻഡ് ഇമോഷൻ ടു ടെൽ എ സ്റ്റോറി. അത് എന്തിലൂടെ കൂടിയൊക്കെയാണ് അവർ പെർഫോം ചെയ്യുന്നത്? ഡയലോഗിലൂടെ, ആക്ഷൻസിലൂടെ, അതുപോലെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അവരൊരു ഇമോഷൻ കൺവേ ചെയ്തിട്ടാണ് നമുക്കൊരു സ്റ്റോറി പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ ഒരു ഡ്രാമ എന്ന വേർഡിൻ്റെ എറ്റിമോളജിക്കൽ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഡ്രാമ എന്നുള്ള വേർഡ് വന്നേക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ഡ്രാൻ എന്ന വേർഡിൽ നിന്നാണ് ഡ്രാമ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഡ്രാൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ആക്ട് ഓർ ടു ഡു എന്നുള്ളതാണ്. നമ്മൾ രണ്ട് തരം ഡ്രാമയുടെ ഒറിജിൻ പഠിക്കുന്നുണ്ട്. ഒന്ന് വെസ്റ്റേൺ ഒറിജിനും ഒന്ന് ഇന്ത്യൻ ഒറിജിനുമാണ്. അതിൽ വെസ്റ്റേൺ ഒറിജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാമ ബിഗൻ ഇൻ ഏൻഷ്യൻ ഗ്രീസ് ഇൻ 5th century. ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം റിലീജിയസ് റിച്വൽസിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ഒറിജിനിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ റൂട്ടഡ് ഇൻ നാട്യശാസ്ത്ര ബൈ ഭരതമുനി. ഇന്ത്യൻ ഒറിജിൻ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് നമ്മളിനി ഒന്നും കൂടി ഇലാബറേറ്റ് ആയിട്ട് ഡ്രാമ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ആസ് എ ലിറ്റററി കോമ്പോസിഷൻ, ഡ്രാമ യൂഷ്വലി ടെൽസ് ആസ് എ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് ത്രൂ വേർഡ്സ് ഇൻ ദ ഫോം ഓഫ് ഡയലോഗ്സ് ബട്ട് ഓൾസോ ത്രൂ ഗെസ്റ്റേഴ്സ്, മൂവ്മെൻറ്റ്സ്, facial expressions, soft characters, stage settings, dance, music, etc. All are the components of a drama. എന്താ പറയുന്നത്? നമുക്ക് ഡ്രാമ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റോറി പറഞ്ഞു തരികയാണല്ലേ ചെയ്യുന്നത്. അതൊരിക്കലും എന്തിൽ കൂടെ മാത്രമല്ല എന്നാണ് പറയുന്നത്. അവിടുത്തെ ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗിലൂടെ മാത്രമല്ല അവർ നമുക്ക് ആ സ്റ്റോറി പറഞ്ഞു തരുന്നത്. പകരം മറിച്ച് എന്തിൽ കൂടെയൊക്കെയാണ് അവരുടെ ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അതിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചേഞ്ചസ്, സോങ്, ഡാൻസ്, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സിലൂടെയാണ് നമുക്ക് അവിടെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആ സ്റ്റോറി പറഞ്ഞു തരുന്നത് എന്നാണ് പറയുന്നത്. ഡ്രാമ ഈസ് എ പെർഫോമിംഗ് ആർട്ട് ദാറ്റ് ഇൻക്ലൂഡ് മെനി കോമ്പോണൻറ്റ്സ്. ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്? പെർഫോമിംഗ് ആർട്ടാണ്. അതിൽ കുറേ കോമ്പോണൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ കോമ്പോണൻറ്റ്സ്?
പ്ലേ റൈറ്റ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോമ്പോണൻസ് കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡ്രാമ എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയാണ്. ഏതൊരു ആർട്ട് ഫോമിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് റൂട്ടഡ് ഇൻ വേദിക് പീരീഡ്. ഇറ്റ് പ്രസൻറ്റ്സ് എ റിച്ച് ആൻഡ് കോംപ്ലെക്സ് ഫോം ഓഫ് ആർട്ട് ഫോം. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഉത്ഭവിച്ചിരിക്കുന്നത് വേദിക് പീരീഡിലാണെന്നാണ് പറയപ്പെടുന്നത്. ദി ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഈസ് നാട്യശാസ്ത്ര ബൈ ഭരതമുനി, റിട്ടൺ ബിറ്റ്വീൻ 2000 BC to 2000 CE. നമ്മുടെ ഇന്ത്യൻ നാടകത്തിൻ്റെ ഒരു അടിത്തറയായിട്ട് കണക്കാക്കുന്നത് ഭരതമുനി എഴുതിയിട്ടുള്ള നാട്യശാസ്ത്രമാണ്. ഇറ്റ് പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് ഗൈഡ് ലൈൻസ് ഓൺ ഡ്രാമ ഇൻക്ലൂഡിങ് പെർഫോമൻസ്, സ്റ്റേജിങ് ആൻഡ് ആസ്തെറ്റിക്സ്. ഇതിലൂടെ ഭരതമുനി എന്തൊക്കെയാണ് പറയുന്നത്, ഡ്രാമയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ കൊടുക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ, പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, സ്റ്റേജിങ് എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്, അതിൻ്റെ സൗന്ദര്യം എങ്ങനെയായിരിക്കണം, അതിന് വേണ്ട എല്ലാ കാര്യത്തെയും കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ആര് കൊടുക്കുന്നുണ്ട്, ഭരതമുനി നാട്യശാസ്ത്രത്തിൽ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് കൺസെപ്റ്റ് ലൈക്ക് രസ, ഭാവ, അഭിനയ ആൻഡ് സ്റ്റേജ് ഡെക്കറേഷൻസ്. Indian classical drama is deeply influenced by Sanskrit literature and principles outlined in ancient text. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്താണ്, അന്നത്തെ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആണെന്നാണ് പറയുന്നത്. അത് പിന്നെ ആൻഷ്യൻ ടെക്സ്റ്റുകളിലുള്ള പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തിട്ടാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ പെർഫോം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയിൽ നമുക്ക് ഗ്രീക്ക് ഡ്രാമയുടെ ഇൻഫ്ലുവൻസും കാണാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ വേഴ്സസ് ഗ്രീക്ക് ക്ലാസിക്കൽ ഡ്രാമയാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലാരിറ്റീസ് ആണ്. ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് ഡ്രാമ സ്റ്റാർട്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലോട്ട്. ഡ്രാമ എന്തിനെ ബേസ്ഡ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, ഒരു പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് വൺ ഈസ് പ്ലോട്ട്സ് ആർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് മിത്തിക്കൽ എലമെന്റ്സ് ഓർ ഫാക്ട്സ്. ഒരു ഡ്രാമ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാക്കിയ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തിക്കൽ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എൻ്റെ പ്ലോട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുക. ദെൻ തേർഡ് വൺ ഈസ് ഡിവിഷൻ ഓഫ് പ്ലേ ഇൻ ടു ആക്ട് ആൻഡ് സീൻസ്. ആ ഒരു ഡ്രാമേനെ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആക്ടുകളായിട്ടും സീനുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ യൂസ് ഓഫ് കോറസ്. ഒരു ഡ്രാമയിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും, കോറസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് എയിം ടു എഡ്യൂക്കേറ്റ് ആൻഡ് അപ്ലിഫ്റ്റ് ദ ഓഡിയൻസ്. ഒരു ഡ്രാമ ഓഡിയൻസിന് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, അതുപോലെ തന്നെ അപ്ലിഫ്റ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഈ ഒരു ഡ്രാമയൊക്കെ തന്നെ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക ഇമോഷനെയാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സബ് ടോപ്പിക് എന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസിമിലാരിറ്റീസ് ആണ്. ഗ്രീക്ക് ഡ്രാമ ഹാവ് ട്രാജിക് എൻഡിങ്. ഗ്രീക്ക് ഡ്രാമയിൽ എന്തുണ്ട്, ട്രാജിക് എൻഡുകളുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഇന്ത്യൻ ഡ്രാമ നമുക്ക് ഒരിക്കലും അതിൽ ട്രാജിക് എൻഡുകൾ കാണാൻ പറ്റില്ല. അതെപ്പോഴും ഹാപ്പിലി ആയിരിക്കും എൻഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ആൻഡ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രീക്ക് ഡ്രാമ ഓൾവേസ് യൂസ് ദ മെത്തഡ് ഓഫ് 3 യൂണിറ്റ്സ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. ഗ്രീക്ക് ഡ്രാമ എപ്പോഴും ഏത് മെത്തേഡിനായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക, യൂണിറ്റ് ഓഫ് ടൈം, പ്ലേസ്, ആക്ഷൻ. ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഗ്രീക്ക് ഡ്രാമകൾ മെയിൻലി പ്ലേ ചെയ്യുക. പക്ഷേ ഇന്ത്യൻ ഡ്രാമയിലായിക്കോട്ടെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇന്ത്യൻ ഡ്രാമ പ്ലേ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡാൻസ് ആൻഡ് സോങ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഗ്രീക്ക് ഡ്രാമ. നമുക്ക് ഒരിക്കലും ഗ്രീക്ക് ഡ്രാമയിൽ എന്ത് കാണാൻ പറ്റില്ല, അധികം ഡാൻസും പാട്ടും ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അത് ഇന്ത്യൻ ഡ്രാമയിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഡാൻസ് ആൻഡ് സോങ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഡ്രാമ. ഈ മൂന്നെണ്ണമാണ് മെയിൻലി ഗ്രീക്ക് ഡ്രാമയും ഇന്ത്യൻ ഡ്രാമയും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോർഷൻസിന് വരുന്ന മേജർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് വാട്ട് യു തിങ്ക് ഈസ് ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അവിടെ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത് വാട്ട് ആർ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഗ്രീക്ക് ആൻഡ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ വന്നത് വാട്ട് ഈസ് ഡ്രാമ. മെയിൻലി ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനിൽ മെയിൻലി വന്ന് കാണാറുള്ളത്.